ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാമ്പഴം വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. ഇപ്പം മാമ്പഴ സീസണാണ്, എല്ലാവരുടെ വീട്ടിലും മാമ്പഴം ഉണ്ടാവും. അപ്പോൾ ഒന്നും നോക്കണ്ട, വേഗം മാമ്പഴം എടുത്ത് റെഡി ആയിക്കോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് 2 മാമ്പഴമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മാമ്പഴം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മാമ്പഴം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മളെ മിക്സിയുടെ ജ്യൂസ് ജാർ ഉണ്ടല്ലോ, അതെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ മാമ്പഴത്തിൻ്റെ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മാമ്പഴം എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളെ ഞാരുള്ള മാമ്പഴം ഉണ്ടല്ലോ, അത് അധികം എടുക്കാതിരിക്കുന്നത് നല്ലത്. നല്ല കാമ്പുള്ളതായി നല്ല കഴമ്പുള്ള നല്ല മധുരമുള്ള ഒട്ടും പുളിയില്ലാത്ത നല്ല പഴുത്ത മാങ്ങ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് നല്ല ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആ ഞാരോട് കൂടിയിട്ടുള്ള മാങ്ങ നമുക്കത് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. നല്ല കഴമ്പുള്ള നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ നോക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്, കുറച്ചും കൂടി നന്നായിട്ട് മധുരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ പിന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഹണിയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മധുരത്തിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് മധുരം ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല, ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒട്ടും വെള്ളമോ ഒന്നും ഒഴിക്കാതെ ജസ്റ്റ് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനത്തെ നമ്മൾ മാമ്പഴം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം, ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ നല്ല പേസ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നല്ല പഴുത്ത കാമ്പുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പഴുപ്പുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ള നല്ല തണുത്ത പാലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കട്ടയായിട്ടുള്ള പാൽ ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ഇത് ഭയങ്കരമായിട്ട് തിക്കായി പോവും. അതുകൊണ്ട് നല്ല തണുത്ത പാൽ ഒഴിച്ചാലും മതി. അപ്പോൾ നമുക്ക് ഈ പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആക്കാം. എന്നിട്ട് എത്രത്തോളം നമുക്ക് ഇതിൻ്റെ തിക്നെസ് വേണോ അതിനനുസരിച്ച് നമുക്ക് പാലൊഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പാലൊഴിക്കുക, അത് കുറച്ച് തിക്കായിട്ടിരിക്കണം. അപ്പോൾ കുറച്ചും കൂടി പാലൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ കുറച്ച് തിക്കായിട്ട് വേണ്ട കേട്ടോ, ജ്യൂസ് പോലെ അത്ര ലൂസാവരുത്. ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ അടിച്ചെടുത്തുള്ള ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ഗ്ലാസ്, നമുക്കിത് മാക്സിമം ഒരു 4-5 പേർക്ക് കുടിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ, ഈ ഒരു 2 മാങ്ങ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. നല്ല തണവോട് കൂടി ഇതിങ്ങനെ കുടിക്കാനായിട്ട് അടിപൊളിയാണ്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കുറച്ച് ഹോർലിക്സിൻ്റെ പൊടി ഒന്ന് ഇട്ടിട്ട് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് വെറും മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി മാംഗോ ഷേക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റും, അത്രയും സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടിപ്സുകളും റെസിപ്പികളും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്